സ്ത്രീകൾക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ RMP നേതാവ് KS ഹരിഹരനെതിരെ DYFI DGPക്ക് പരാതി നൽകി. കേസ് എടുക്കണം എന്നാണ് ആവശ്യം. AV ജയശങ്കർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു വീഡിയോ വൈറലായതിനെ തുടർന്ന് വ്യാപകമായ പ്രതിഷേധം, ശക്തമായ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് രാഷ്ട്രീയ ഭിന്നതകൾ ഒന്നുമില്ലാതെ തന്നെ എന്ന് പറയാം. ഇപ്പോൾ DYFI ഇതിലൊരു പരാതി നൽകിയിരിക്കുന്നു. ഏത് രീതിയിലാണ് ഇതിൻ്റെ കേസിൻ്റെ നടപടികൾ പോവുക? പരാതിയിൽ എന്തെല്ലാം പറയുന്നു? അതായത് സ്മിത, കഴിഞ്ഞ ദിവസം വടകരയിൽ നടന്ന ഒരു പൊതുയോഗത്തിലാണ് ഈ ഹരിഹരൻ ഇത്തരത്തിൽ മഞ്ജു വാര്യരെയും KK ശൈലജയും അപമാനിക്കുന്ന തരത്തിൽ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്നത്. പിന്നാലെ ഈ പരാമർശം വിവാദമായി. ഇന്ന് രാവിലെയോടുകൂടി പരാമർശം അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു. KK രമ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആളുകൾ ഈ പരാമർശം തെറ്റാണെന്നും അതിനെ തള്ളിപ്പറയുകയും ചെയ്തു. എന്തായാലും DYFI ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ഹരിഹരനെതിരെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് DYFIയുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട പരാതിയാണ് നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്നത്. ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് സംസ്ഥാന പോലീസ് മേധാവിയാണ്. ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് വടകര റൂറൽ SP-യുടെ കീഴിലുള്ള പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസ് വടകര റൂറൽ SP-ക്ക് കൈമാറും. അതിനുശേഷം കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് വടകര റൂറൽ SP ആയിരിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ വടകര റൂറൽ SP-യുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടാകും. എന്തായാലും സ്വാഭാവികമായും ഇത്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങളിൽ പരാതി ലഭിച്ചാൽ പോലീസ് കേസെടുക്കാറാണ് ചെയ്യാറുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട FIR ഉൾപ്പെടെ പോലീസ് ഇടാറുള്ള സാഹചര്യമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും പരാതി ഈ ഘട്ടത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലാണ്. പരാതി KS ഹരിഹരനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് DYFI DGPയെ സമീപിച്ചു. പരാതി നൽകിയിരിക്കുകയാണ്.